ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പഴയ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. കോമൺവെൽത്ത് ആരംഭിച്ചത് 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ. ഏറ്റവും കൂടുതൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായിട്ടുള്ള രാജ്യവും ഓസ്ട്രേലിയ. 2022 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം. എത്രാമത്തെ തവണയാണ് ഇംഗ്ലണ്ടിൽ ഗെയിംസ് നടക്കുന്നത്? 3ാമത്തെ തവണ. ആദ്യത്തേത് 1934 ലണ്ടനിൽ വെച്ചും രണ്ടാമത്തേത് 2002 മാഞ്ചസ്റ്ററിൽ വെച്ചും. ഏഷ്യയിൽ എത്ര തവണ ഗെയിംസ് നടന്നിട്ടുണ്ട്? 2 തവണ. ആദ്യത്തേത് 1998 മലേഷ്യയിലെ കോലാലംപൂർ, രണ്ടാമത്തേത് 2010 ന്യൂഡൽഹിയിൽ. ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന വേദി അലക്സാണ്ടർ സ്റ്റേഡിയം, ബർമിംഗ്ഹാം. ഭാഗ്യചിഹ്നം പെരി എന്ന കാള. പങ്കെടുത്ത രാജ്യങ്ങൾ 72. ഇന്ത്യക്ക് 4ാം സ്ഥാനം ലഭിച്ചു. ആകെ വേദികൾ 15, ആകെ ഇനങ്ങൾ 80. ആദ്യത്തെ കാർബൺ ന്യൂട്രൽ കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2022. ഒഫീഷ്യൽ മോട്ടോ ഗെയിംസ് ഫോർ എവരിവൺ. മെഡൽ പട്ടികയിൽ ആദ്യ സ്ഥാനം നേടിയത് ഓസ്ട്രേലിയ. ആകെ 178 മെഡലുകൾ. അതിൽ 67 സ്വർണം, 57 വെള്ളി, 54 വെങ്കലം. പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ: വനിതാ T20 ക്രിക്കറ്റ്, ബീച്ച് വോളിബോൾ, പാരാ ടേബിൾ ടെന്നീസ്. ഒഴിവാക്കിയ കായിക ഇനങ്ങൾ അമ്പെയ്ത്തും ഷൂട്ടിങ്ങും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് PV സിന്ധു, മൻപ്രീത് സിംഗ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് അജന്ത ശരത് കമൽ, നിഖത് സരീൻ. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ 61. അതിൽ 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. 2018 ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ 67. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഇന്ത്യക്ക് ആദ്യ മെഡൽ ലഭിച്ചത് സംഗീത് സർഗർ, വെള്ളി വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ കിട്ടിയത് മീരാബായ് ചാനു, 49 കിലോഗ്രാം, വുമൺസ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. സ്വർണ്ണ മെഡൽ കിട്ടിയ ആദ്യ പുരുഷ താരം ജെറമി ലാൽ റിനുങ്ക, 67 കിലോഗ്രാം, മെൻസ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. പാരാ സ്പോർട്സിൽ ആദ്യ മെഡൽ ലഭിച്ചത് സുധീർ സിംഗ്, ഹെവി വെയ്റ്റ് പവർ ലിഫ്റ്റിംഗ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് അജന്ത ശരത് കമൽ, 3 സ്വർണവും 1 വെള്ളിയും. ആ നേട്ടം കരസ്ഥമാക്കിയതിനാൽ 2022 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് എൽദോസ് പോൾ. അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളിയും ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് എൽദോസ് പോൾ. ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അബ്ദുള്ള അബൂബക്കർ. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് മുരളി ശ്രീശങ്കർ. പുരുഷ ലോങ് ജമ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് മുരളി ശ്രീശങ്കർ. ട്രീസ ജോളിക്ക് മെഡൽ ലഭിച്ച കായിക ഇനങ്ങൾ: ബാഡ്മിൻ്റൺ വിമൺസ് ഡബിൾസിൽ വെങ്കലം, ബാഡ്മിൻ്റൺ മിക്സഡ് ഡബിൾസിൽ വെള്ളി. ഹോക്കിയിൽ വെള്ളി മെഡൽ ലഭിച്ചത് PR ശ്രീജേഷിന്. മലയാളികൾക്ക് ആകെ 6 മെഡലുകൾ ലഭിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.